ഹലോ നമസ്കാരം. ഇപ്പോൾ നമ്മുടെ D5 ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. D5 റണ്ടർ 2.9 എന്നും പറഞ്ഞ്. അപ്പോൾ ആ അപ്ഡേറ്റിൽ ഞാനിപ്പോൾ നോക്കിയപ്പോൾ കുറച്ച് മേജറായിട്ട് വന്നിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ടെറൈൻ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ടെറൈൻ നമുക്ക് മോഡിഫൈ ചെയ്യാം. ടെറൈൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സർഫസ് മോഡിഫൈ ചെയ്യുക എന്നുള്ള രീതി സംഭവം വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് ഞാനൊരു ട്യൂട്ടോറിയൽ ഇറക്കണേക്കാൾ ഏറ്റവും ബെസ്റ്റായിട്ട് അവരൊരു വീഡിയോ ഇറക്കിയിട്ടുണ്ട്. ടെറൈൻ മാത്രമല്ല വേറെ പല കാര്യങ്ങളും വന്നിട്ടുണ്ട്. അത് ഞാനപ്പോൾ അവിടെ ഒന്ന് കാണിച്ചു തരാം. നിങ്ങൾക്ക് D5 ഈ ലേറ്റസ്റ്റ് വീഡിയോ നോക്കിയാൽ മതി, അത് മനസ്സിലാവും. അപ്പോൾ അതിൽ എനിക്കത് അത് വെച്ച് പറയാമെന്ന് വെച്ച് കോപ്പറേറ്റ് അടിക്കാൻ ചാൻസ് ഉണ്ട്. എന്നാലും നിങ്ങളിപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ കണ്ടോ, ടെറൈൻ്റെ ഒരു മോഡിഫയർ, അതായത് നമുക്ക് മലകളും വാലീസ് അതുപോലെ ക്രൈറ്റർ അതുപോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് തന്നെ കണ്ടോ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. അതായത് ഒരു ലാർജ് സ്കെയിൽ ചെയ്യുന്ന ഒരു ആൾക്ക് ഇത് ഭയങ്കര ഉപകാരമുള്ള പരിപാടിയാണ്. നമുക്കതിൽ ഇതേപോലെ മോഡിഫൈ ചെയ്ത് ഇഷ്ടമുള്ള എമൗണ്ട് അവർസ് എന്തുകൊണ്ടും ഉണ്ടാക്കാം. പിന്നെ കുറേ ടെംപ്ലേറ്റുകളുണ്ട് ഇതേപോലെ നിങ്ങൾക്ക്. അതായത് ഇപ്പോൾ ഇവിടെ കണ്ടില്ലേ, ഇതിൽ ഈ കാണുന്നത് ടെംപ്ലേറ്റ്സ് ഉണ്ട്. അതുപോലെ മഞ്ഞ് വേണോ, മരുഭൂമി വേണോ, ഗ്രാസ് ലാൻഡ് വേണോ, ഫോറസ്റ്റ് വേണോ എന്നൊക്കെയുള്ള രീതിയിലുള്ള കുറച്ച് ടെംപ്ലേറ്റ്സ് നമുക്കുണ്ട്. അതിട്ട് കൊടുക്കാം. കേട്ടോ, ഈ ആളിട്ട് കൂടെ കൊടുക്കുന്നു, ഫോഗ് വരുന്ന അങ്ങനെ കുറേ പരിപാടികളൊക്കെ പുതിയതായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഒരു FPS ബൂസ്റ്റർ എന്ന് പറഞ്ഞൊരു സംഭവം, ഫ്രെയിം റേറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്ന രീതിയിൽ പുതിയൊരു സംഭവം വന്നിട്ടുണ്ട്. നമ്മുടെ റാം യൂട്ടിലൈസേഷനൊക്കെ ഒന്ന് കുറച്ച്, അതുപോലെ റാമും അതുപോലെ ഗ്രാഫിക്സ് കാർഡിൻ്റെ യൂട്ടിലൈസേഷനൊക്കെ കുറച്ച് ഇത് FPS കൂട്ടുന്ന പരിപാടി. പിന്നെ ബ്ലെൻഡറിൻ്റെ കുറച്ച് അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട്. ബ്ലെൻഡറിൽ സപ്പോർട്ട് കൂട്ടിയിട്ടുണ്ട് കുറച്ചും കൂടെ. എനിക്ക് കറക്റ്റായിട്ട് അതറിയില്ല എന്താണ്. പിന്നെ ഇത് കുറച്ച് മെയിൻ കാര്യം, റാൻഡം പ്ലേസ്മെൻറ്റ്. അതായത് നമ്മളിപ്പോൾ മരങ്ങളും ചെടികളൊക്കെ കൊണ്ടുവന്ന് വെക്കുമ്പോൾ എല്ലാം ഒരേ റൊട്ടേഷൻ, അത് ഒരേ സ്ഥലത്തേക്ക് നോക്കിയിരിക്കുന്ന രീതിയിൽ നമ്മൾ ഒരേ മരം തന്നെ കോപ്പി ചെയ്ത് വെക്കുമ്പോൾ ഇരിക്കും. അപ്പോൾ അതിന് പകരം വെക്കുന്നത് ഓരോ പ്രാവശ്യവും റാൻഡമായിട്ട് അതിനെ തിരിച്ച് വെക്കാനായിട്ടുള്ളൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് സെലക്ട് ചെയ്തിട്ട് ഓട്ടോമാറ്റിക്കലി അതിനെ ക്ലിക്ക് ചെയ്ത് കണ്ട് ഇങ്ങനെ റാൻഡമായിട്ട് കൊടുക്കാം. ഗ്രൂപ്പായിട്ട് നമുക്ക് അതിനെ റാൻഡമൈസ് ചെയ്യാനും പറ്റും. അങ്ങനെ ഒരു ഓപ്ഷനും വന്നു. പിന്നെയുള്ളത് നമ്മുടെ അസറ്റ് ലൈബ്രറിയിൽ ഡീറ്റെയിൽസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഓരോ അസറ്റിൻ്റെ എത്ര സൈസ് ഉണ്ട് ഡൗൺലോഡ് ചെയ്യാനുള്ളത് എന്നുള്ള രീതിയിലൊക്കെ നമുക്കിവിടെ കണ്ടതിൻ്റെ താഴെ നമുക്കത് കാണാം, എത്ര MB ഉണ്ടെന്നുള്ളത്. പിന്നെ കുറച്ച് മെറ്റീരിയൽ മെറ്റീരിയൽസ് കുറച്ച് പുതിയ വന്നിട്ടുണ്ട്. ക്യാരക്ടർ മോഡൽസ് പുതിയതായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട് അസറ്റ് ലൈബ്രറിയിൽ. പിന്നെ നമ്മുടെ AI എൻഹാൻസർ എന്ന സംഭവത്തിനെ ഒന്ന് മോഡിഫൈ ചെയ്തവർ അതിൻ്റെ UI ഒക്കെ ഒന്ന് വേറെ രീതിയിലേക്ക് മാറ്റി. പിന്നെ അതുകൂടാതെ കുറച്ച് പ്രീസെറ്റ്സ് കൊണ്ടുവന്നു. അതായത് കണ്ടോ, ഇപ്പോൾ ഒരു മോഡലിൽ നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് അതിനെ നമുക്ക് AI വെച്ചിട്ട് ഒരു കാർട്ടൂണിഷ് മോഡലാക്കാം, ഒരു വാട്ടർ കളർ മോഡലാക്കാം, അല്ലെങ്കിൽ അതിനെ അങ്ങനെ ഒരു ക്ലേ മോഡലാക്കാം, പിന്നെ നൈറ്റ് റെൻഡർ എടുക്കാം. അങ്ങനെയൊക്കെ ഒറ്റയടിച്ച് നമുക്ക് ഒരു AI വെച്ചിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാനുള്ള ഇൻബിൽഡ് വന്നിട്ടുണ്ട്. പിന്നെ ഉള്ളത് ഫേസിങ് ആനിമേഷൻ എന്ന് പറയുന്ന പരിപാടിയാണ്. അതായത് ഇപ്പോൾ നമ്മളൊരു കൺസ്ട്രക്ഷൻ വർക്കൊക്കെ നമ്മൾ റെൻഡർ ചെയ്ത് കാണിക്കുമ്പോൾ ഓരോ ഫേസിലും കൺസ്ട്രക്ഷൻ എവിടെ എത്തി എന്ന് നമ്മളൊരു ആനിമേഷൻ പോലെ കാണിക്കത്തില്ലേ, അതായത് പണിതിങ്ങനെ വരുന്നൊരു വീഡിയോ പോലെയൊക്കെ. അതുപോലെ നമ്മുടെ ഇൻറ്റീരിയറിൽ കട്ടിലൊക്കെ ഇങ്ങനെ പറന്ന് വന്ന് വീഴുന്നു, ബെഡ് വന്ന് വീഴുന്നു, ടൈലൊക്കെ ഇങ്ങനെ സ്ട്രക്കായിരിക്കുന്നു എന്ന രീതിയിലൊക്കെ അതൊരു വീഡിയോ കണ്ടാൽ മനസ്സിലാവും. അതിൽ അങ്ങനെ നമ്മൾ ഒരു അഡോബ് ആഫ്റ്റർ എഫക്ട്സിലൊക്കെ ഇട്ട് ചെയ്യുന്ന പോലത്തെ ഒരു സംഭവം നമ്മളെല്ലാം കൂടി ഒരു വീഡിയോ ആനിമേഷൻ എത്ര ഭംഗിയാക്കുക എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പുതിയതായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഇനി എങ്ങനെ നമുക്ക് ഉപയോഗിക്കാമെന്ന് നമുക്ക് വഴിയുള്ള വീഡിയോയിൽ ഞാൻ ട്യൂട്ടോറിയലുകൾ ഇടുന്നതാണ്. പിന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഈ അപ്ഡേറ്റുകൾ കാണിക്കണ്ടല്ലോ, സ്റ്റെയർ കേസൊക്കെ പക്കായിട്ട് നമുക്ക് ആനിമേറ്റ് ചെയ്യാം. വലിയൊരു ലാൻഡ്സ്കേപ്പ് നമ്മൾ കാണിക്കുന്നതൊക്കെ കണ്ട കീബോർഡിൻ്റെ കീസൊക്കെ നോക്കിക്കേ. അതായത് നമ്മളിപ്പോൾ ബ്ലെൻഡറിലോ മറ്റെന്തിലൊക്കെ നമ്മൾ ചെയ്യുന്ന കുറേ കാര്യങ്ങൾ കൂടെ D5 ആഡായി എന്നാണ് വേഗം പറയാനുള്ളത്. D5 റണ്ടർ എന്നൊരു സോഫ്റ്റ്വെയർ എത്രത്തോളം വളർന്നു വരുന്നു, അതുതന്നെ ഇതുപോലെ എത്ര ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ഒക്കെയാണ് വരുന്നത്. എന്തുകൊണ്ട് ഞാൻ പ്രിഫർ ചെയ്യുന്നു D5 എന്ന് പറയുന്നതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു അപ്ഡേറ്റ്. അത്രയും അഡ്വാൻസ്ഡ് ലെവലിലേക്ക് അത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ആനിമേഷൻ കണ്ടില്ല, ഇതെല്ലാം D5 ചെയ്യുക എന്നറിയണം. നമ്മൾ റണ്ടർ ചെയ്യുന്ന നമ്മൾ വേറൊരു സോഫ്റ്റ്വെയർ നമ്മൾ പഠിക്കുന്നില്ല. ഈ ഒരൊറ്റ സോഫ്റ്റ്വെയറിൽ തന്നെ നമുക്ക് ആനിമേറ്റ് ചെയ്യാനൊക്കെ പറ്റും. അതായത് ബ്ലെൻഡറിൻ്റെ ഒക്കെ ലെവലിലേക്ക് ആനിമേറ്റ് ചെയ്യാനൊക്കെ പറ്റുന്നൊരു സംഭവം നമുക്ക് D5 കിട്ടുന്നത് വളരെ വളരെ ഉപകാരമാണ്. വർക്ക് പോകാൻ അത്രയും ഒപ്റ്റിമൈസ് ചെയ്യുന്നൊരു പരിപാടിയാണ്. അതായത് ഒരു കൺസ്ട്രക്ഷൻ ആനിമേഷനൊക്കെ ചെയ്യുന്ന കണ്ടില്ലേ, ഇത്രയും വൃത്തിയായിട്ടൊക്കെ കാണിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ഒരു വലിയ സംഭവം തന്നെയാണ്. അതൊരു അപ്ഡേറ്റ് ഇത്രയും കാര്യങ്ങൾ കൊണ്ടുവന്നത് എന്നുള്ളത് തന്നെ ആലോചിക്കുമ്പോൾ തന്നെ ഒരു അത്ഭുതമായിട്ട് തോന്നുന്നു. D5 എന്നൊരു സോഫ്റ്റ്വെയർ
എന്തുകൊണ്ട് ഞാൻ പരിഗണിക്കുന്നു, എന്തുകൊണ്ട് ഞാൻ വീഡിയോ ഇടുന്നു എന്നത് എൻ്റെ ഒരു എന്താ പറയുക ഒരു മെയിൻ റീസൺ ഇതാണ്. നമുക്ക് പുറകെ നല്ല നല്ല അപ്ഡേറ്റുകൾ വരുന്നു. നല്ലൊരു ഇപ്പോൾ ഞാൻ ഇരിക്കുന്ന ഈ ഒരു പേജ് എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ഫോറമാണ്. അതിൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ പോയി കഴിഞ്ഞാൽ കണ്ടോ അസറ്റ് ഷെയറിംഗ് എന്ന് പറഞ്ഞ ആൾക്കാർ 3D മോഡൽസൊക്കെ ഉണ്ടാക്കിയിടുന്നു, ബാക്ക് ഡ്രോപ്പ് ഉണ്ടാക്കിയിടുന്നു. അങ്ങനത്തെ ഒരു അസറ്റ് ഷെയർ ചെയ്യുന്ന ഒരു സംഭവം ഇതിലുണ്ട്. നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം ഫ്രീ ആയിട്ട്. പിന്നെ സീൻ എക്സ്പ്രസ് എന്ന് പറഞ്ഞ ആൾക്കാർ ഓരോന്ന് മോഡൽ ചെയ്തിട്ട് ഇട്ടിരിക്കുന്ന മോഡൽസ് അതിൻ്റെ എല്ലാം ഫുൾ സെറ്റപ്പ് ഇവിടെ ഉണ്ട്. നമുക്ക് കയറി നമുക്ക് ഈ മോഡലുകൾ അങ്ങനെ ഡൗൺലോഡ് ചെയ്തെടുക്കാം. നമുക്ക് വേണമെങ്കിൽ പഠിക്കാൻ ഉപയോഗിക്കാം, ചെയ്ത് നോക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. പിന്നെ ഇവിടെ ഐഡിയാസ് ആൻഡ് റിക്വസ്റ്റ് ഇതുവരെ ഇവർക്ക് വന്നിരിക്കുന്ന ആൾക്കാരുടെ ഐഡിയാസ്, അതിനെത്ര വോട്ടുണ്ട് കണ്ട, അണ്ടർ റിവ്യൂ ഇന്ന കാര്യങ്ങളൊക്കെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഇതുവരെ ഇതല്ല ഇത് ഇന്ന കാര്യങ്ങളൊക്കെ പ്ലാൻഡാണ്, ഇനി പ്രോഗ്രസ് ആയിട്ടുള്ള ഇത് ഇന്ന കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് കിടക്കുന്നുണ്ട് കണ്ടോ. ഇപ്പം ഇതിൽ കണ്ടോ ഫേസിങ് ആനിമേഷനൊക്കെ ഇവിടെ കിടപ്പുണ്ട്. അതൊക്കെ അങ്ങനെ ആൾക്കാർ പറഞ്ഞിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത ഓരോ എന്താ പറയുക അപ്ഡേറ്റുകളാണ്. അത് നമുക്ക് ഇത്രയും എന്താ പറയുക നല്ലൊരു സപ്പോർട്ട് സിസ്റ്റം ഉള്ളൊരു സോഫ്റ്റ്വെയർ എന്ന് തന്നെ ഇതിനെ പറയാം, D5-നെ. അപ്പോൾ ഇന്നത്തെ അപ്ഡേറ്റിൽ ഞാനതാണ് പറയാൻ ഉദ്ദേശിച്ചത്. പിന്നെ ടെറൈനൊന്ന് ഞാൻ കാണിക്കാമെന്ന് വെച്ചു. ഞാൻ കൂടുതലായിട്ട് ഇന്ന് എക്സ്പ്ലോർ ചെയ്തിട്ടില്ല, കാരണം കുറച്ചധികം കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ആ ഫേസിങ് ആനിമേഷനൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കണം. ടെറൈൻ ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഒന്ന് കാണിച്ചു തരാം. നമ്മുടെ വരുന്നൊരു ഇൻ്റർഫേസ് തന്നെ ഇപ്പോൾ മാറി. ഒരു പുതിയ പ്രൊജക്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സാധാരണ ഇങ്ങനെയാണ് വന്നിരുന്നത്, ആകാശം പിന്നെ താഴെ ഒന്നുമില്ല എന്ന രീതിയിൽ. ഇപ്പോൾ നമുക്കൊരു ടെറൈൻ വന്നു വേണ്ട, ഒരു സർഫസ് വന്നിട്ടുണ്ട്. അതിൽ ഞാൻ കുറച്ച് സ്പീഡ് കൂട്ടിയിടാം. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്, ഒരു എന്താ പറയുക ഒരു ഇൻഫിനിറ്റ് സർഫസ് വന്നിട്ടുണ്ട്. ഇതിനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടെറൈനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഓപ്ഷൻ ഉണ്ട്, സ്കൾപ്റ്റ് ചെയ്യുക, പെയിൻറ്റ് ചെയ്യുക, മാനേജ് ചെയ്യുക. അപ്പോൾ സ്കൾപ്റ്റിൽ തന്നെ കണ്ടോ അപ്വേഡ്, ഡൗൺവേഡ്, ഇറേസ്, സ്മൂത്ത്, ഫ്ലാറ്റൻ, ഇങ്ങനെ കുറച്ച് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഈ അപ്വേഡ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സൈസ്, സ്ട്രെങ്ത്ത്, എഡ്ജ് എന്നൊക്കെ ഉണ്ട്. നമുക്കിവിടെ ഒരു വട്ടം വന്നു. ഞാനിതിന് വെറുതെ ഇങ്ങനെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് പൊങ്ങും, ഞെക്കി പിടിച്ചാൽ കേട്ടോ പൊങ്ങിയത്. അപ്പോൾ എനിക്ക് അതിനിഷ്ടമുള്ള പോലെ ഇങ്ങനെ ഞെക്കി പിടിച്ചങ്ങ് ഓടിച്ചാൽ അത് മലയൊക്കെ ആകും. നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചെയ്യാം. അത് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് ലാൻഡ്സ്കേപ്പൊക്കെ ചെയ്യാനായിട്ട് കുറച്ച് സാധനങ്ങൾ പൊക്കിയൊക്കെ എടുക്കണം. ഒരു പറമ്പൊക്കെ നമ്മൾ ലാൻഡ്സ്കേപ്പ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ടാകും. ഇങ്ങനെയൊക്കെ അതൊക്കെ നിങ്ങൾക്ക് കറക്റ്റ് ഉണ്ടാക്കിയെടുക്കാം. അത് കഴിഞ്ഞ് കുഴി പോലെ വേണം, ഒരു കുളം പോലെയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ കണ്ടോ, അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. ഇതിനകത്ത് വേണമെങ്കിൽ സ്വിമ്മിംഗ് പൂളൊക്കെ ചെയ്യണമെങ്കിലൊക്കെ ചെയ്യാം. ആ രീതിയിലൊക്കെ റൈസ് എടുത്ത് കഴിഞ്ഞ് ഇതിനെല്ലാം നമുക്ക് എൻ്റെ മുകളിൽ നീക്കി കഴിഞ്ഞാൽ കണ്ട തിരിച്ച് ഫ്ലാറ്റാവും പരിപാടി. പിന്നെ ഇവിടെ സ്മൂത്ത് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അത് നീക്കി കഴിഞ്ഞാൽ കർവൊക്കെ ഒന്ന് സ്മൂത്തായി വരും കണ്ടോ. പിന്നെ ഫ്ലാറ്റൻ എടുത്തു കഴിഞ്ഞാൽ നേരെ പരന്നു പോകും, നമുക്ക് പരന്ന് കിട്ടും. ഒരു സർഫസ് നമുക്ക് അവിടെ റെഡിയാക്കി എടുക്കാം. ഇങ്ങനെയൊക്കെ ഓപ്ഷനുകൾ വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ പെയിൻ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ ഇത് ഗ്രാസ് അല്ലേ കാണുന്നത്. ഞാൻ ഇവിടെ ഒന്ന് ആഡ് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൽ സർഫസ്, ഇപ്പോൾ റോഡ് സർഫസാണ് ഇവിടെ എവിടെയെങ്കിലും വേണ്ടതെന്ന് വിചാരിക്കാം. ഞാനത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ പെയിൻറ്റ് ഓപ്ഷൻ ഞെക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇവിടെ മുഴുവൻ കണ്ടോ, ഇവിടെ എനിക്കിങ്ങനെ റോഡ് സർഫസ് ആകാം. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കാണാം നേരെ കല്ലായി റോഡിൻ്റെ ഒരു സർഫസാക്കി മാറ്റിയെടുത്ത്. ഇവിടുത്തെ ഈ പുല്ലൊക്കെ നമുക്ക് വേണമെങ്കിൽ റോഡ് സർഫസ് ആക്കി മാറ്റാം. അത് റോഡിൽ നിന്നല്ല, ഇതിൽ എനിക്ക് തോന്നുന്നു സ്നോ ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ സ്നോ ഫീൽഡ് ഉണ്ട്, വേണമെങ്കിൽ ഇതിനെയൊക്കെ സ്നോ ഫീൽഡ് ആക്കിയേ മാറ്റാം ഉണ്ടോ. അപ്പോൾ അത് സ്നോ ഫീൽഡായി. ഇവിടെയൊക്കെ എനിക്ക് ഈ സ്നോ എടുക്കുക, പെയിൻ്റ് എടുത്തിട്ട് വേണ്ട എനിക്ക് നേരെ മഞ്ഞ് പുതച്ച് നിൽക്കുന്ന രീതിയിലൊക്കെ മാറ്റിയെടുക്കാം. അതുപോലെ തന്നെ ഇവിടെ ഇഷ്ടമുള്ള ഏത് മെറ്റീരിയൽ ഏത് സർഫസ് വേണമെന്ന് വെച്ചാൽ അത് കൊടുക്കുക, അങ്ങനെ ചെയ്യുക. പിന്നെ ഇവിടെ സ്ലോപ്പ് അതുപോലെ പീക്ക് എന്നൊക്കെയുള്ള ഓപ്ഷൻ ഉണ്ട്. പീക്ക് അതായത് ഇപ്പം ഞാനൊരു സ്കൾപ്റ്റിൽ പോയിട്ട് ഇവിടെ ഇങ്ങനെ ഒരു മല പോലെ ഇങ്ങനെ ഉണ്ടാക്കിയെന്നായിരിക്കും, കുറച്ച് പൊക്കത്തിലേക്ക് ഇങ്ങനെ ഉണ്ടാക്കിയെന്നായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു പീക്ക് ഉണ്ടല്ലോ, ഈ പീക്ക് ഇവിടെ കിടക്കുന്നത് സ്നോ ഫീൽഡാണ്. അതായത് ഏറ്റവും പൊക്കത്തിൽ മഞ്ഞ്, അതായത് ആൾട്ടിറ്റ്യൂഡ് കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും മുകളിൽ മഞ്ഞ് വീഴുമല്ലോ. അപ്പോൾ ആ മഞ്ഞ് കാണിക്കാൻ വേണ്ടി ഒക്കെ ഉള്ളത് നമുക്ക് വേണമെങ്കിൽ ഇത് ഡിലീറ്റ് ചെയ്തിട്ട് വേറെ ആഡ് ചെയ്യാം. അതുപോലെ സ്ലോപ്പ്, അതായത് ഈ ബ്ലാക്കായിട്ട് കാണുന്ന സ്ലോപ്പ് ഉണ്ടല്ലോ, സ്ലോപ്പിൽ ഏത് മെറ്റീരിയൽ വേണമെന്നാണ് ഇവിടെ ചോദിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ അത് കളഞ്ഞിട്ട് റീപ്ലേസ് ഉള്ള ഓപ്ഷൻ ഉണ്ട്, റീപ്ലേസ് ചെയ്തിട്ട് ഇവിടെ മണ്ണ് വേണമെങ്കിൽ മണ്ണ് വെക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം. പിന്നെ ഇവിടെ നമുക്ക് മാനേജ് എന്നുള്ള ഓപ്ഷൻ, അതായത് ഇതിലെന്താണെന്ന് വെച്ചാൽ ഹൈറ്റ് മാപ്പ് ആഡ് ചെയ്യുക. അതായത്
ഇപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ലൊക്കേഷനിലെ ഹൈറ്റ് മാപ്പ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ, അതായത് നെറ്റിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും ഹൈറ്റ് മാപ്പ് എന്നുള്ള ഓപ്ഷൻ. ഇപ്പോൾ ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. ഹൈറ്റ് മാപ്പ് എന്നൊക്കെ വെറുതെ അടിച്ചു കഴിഞ്ഞാൽ കുറേ ഇതുണ്ട്. 3D മാപ്പർ എന്നൊക്കെ പറഞ്ഞ സൈറ്റൊക്കെ ഉണ്ട്. അപ്പോൾ അതിലൊക്കെ കയറിക്കഴിഞ്ഞാൽ നമുക്ക് ഹൈറ്റ് മാപ്പ് അതല്ല, ഹൈറ്റ് മാപ്പ് ജനറേറ്റ് ചെയ്യാം. ഞാൻ ഇന്നലെ റെഡിറ്റിൽ കയറിയൊരു ഹൈറ്റ് മാപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ നിന്ന് ഇങ്ങനെ ഒരാൾ പറഞ്ഞിട്ടുണ്ടായി ഒരു ലിങ്ക്, അതിൽ കയറി കഴിഞ്ഞപ്പോൾ ഇതുണ്ട്. അപ്പോൾ ഈ ഒരു സൈറ്റിൽ നമുക്ക് ഹൈറ്റ് മാപ്പ് ജനറേറ്റ് ചെയ്യാം. ഞാൻ ചുമ്മാ പോയി ഇടുക്കി ഡാമൊക്കെ ഇരിക്കുന്ന ഒരു ഏരിയ ആണെന്ന് അവിടെ തോന്നുന്നു. അവിടെ റിസർവയർ എന്നൊക്കെ കണ്ടപ്പോൾ ഈ ഒരു ഏരിയയുടെ ഹൈറ്റ് മാപ്പ് ഞാൻ ജനറേറ്റ് ചെയ്തെടുത്ത് അത് നേരെ ജനറേറ്റ് ഹൈറ്റ് മാപ്പ് എടുത്ത് കഴിഞ്ഞാൽ നമുക്കൊരു PNG ഫയൽ കിട്ടും. ഒരു 31 MB ഒക്കെ ഉണ്ടായിരുന്ന ഫയൽ. ഒന്നുമില്ല, അത് ആ ഫയൽ കിട്ടിക്കഴിഞ്ഞാൽ നേരെ ഇവിടെ ഹൈറ്റ് മാപ്പിൽ കൊണ്ടുവരിക, ക്ലിക്ക് ചെയ്യുക, ഹൈറ്റ് മാപ്പ്. ഈ ഒരു ഫയലാണത്. ഇതിൻ്റെ ഒരു സൈസ് ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. നോക്കിയാൽ കാണാം. ഇവിടെ 31 MB ഉണ്ടത്. ഒരു PNG ഫയലാണ്. 31 MB ഉണ്ട്. ഈ XR റോ ഫയൽ, R16 ഫയലൊക്കെ സപ്പോർട്ട് ചെയ്യും D5. അപ്പോൾ അത് ഓപ്പൺ ആയി കഴിഞ്ഞാൽ അതായത് ഓപ്പണായി എന്നിട്ട് അതിനെ നേരെ ഇമ്പോർട്ട് അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ടെറൈൻ ആ ഒരു ഹൈറ്റ് മാപ്പിലേക്ക് മാറും. അതായത് കണ്ടോ, നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഈ ഒരു മലയോരം ആ ഹൈറ്റ് മാപ്പിൽ നിന്ന് കിട്ടിയതാണ്. ഇനിയിപ്പോൾ എന്തെങ്കിലും ചെയ്തതെന്ന് വെച്ചാൽ ഒറ്റയടിക്ക് ഒരു ഹൈറ്റ് മാപ്പ് ഇമ്പോർട്ട് ചെയ്ത് എൻ്റെ ടെറൈൻ അങ്ങനെ സ്കാൽപ്റ്റ് ചെയ്ത് കിട്ടി. ഇനി ഇതിലാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ മോഡിഫൈ ചെയ്യാം. ഈ വെള്ള കാണുന്നിടത്തൊക്കെ മരം വേണോ മരം വയ്ക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. നല്ല അടിപൊളി ലാൻഡ്സ്കേപ്പൊക്കെ എടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. കേട്ടോ, ഒറ്റയടിക്ക് വന്നതാണ് ഒരു ഹൈറ്റ് മാപ്പ് ഇട്ടപ്പോൾ. വാണ്ടോറസിൻ്റെ ഒക്കെ ഹൈറ്റ് മാപ്പ് ആ സൈറ്റിൽ നിന്ന് കിട്ടും. നേരെ കൊണ്ടുവന്നിട്ട് ഒരു വാണ്ടോറസ് ഇവിടെ കാണാം. നിങ്ങൾക്ക് റെൻഡർ ഇതൊക്കെ എടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം, ടെറൈൻ എന്ന് പറഞ്ഞൊരു സംഭവം പുതിയതായിട്ട് വന്ന് എന്ന് എനിക്കിത് ഒന്ന് പറയണമെന്നുണ്ട്. കാരണം ഇത് ലാൻഡ്സ്കേപ്പിംഗ് ചെയ്യുന്ന ആൾക്കാർക്ക് ഭയങ്കര ഉപകാരം. മല ഉണ്ടാക്കാൻ നല്ല ഉദ്ദേശിച്ചത് നമ്മൾ ചെറിയൊരു പറമ്പിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഒരു ടെറൈൻ മോഡിഫിക്കേഷൻ ഒരു ഉപകാരമുള്ള സാധനമാണ്. അപ്പം അങ്ങനെ ചെയ്യുന്നവർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് ആണിത്. പിന്നെ മെയിനായിട്ട് വന്നത് ഞാൻ പറഞ്ഞ പോലെ ഫേസിങ് ആനിമേഷനാണ്. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോയിൽ ചെയ്യാം. കാരണം ആനിമേഷൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കണം, വൃത്തിക്ക് നോക്കാം. പിന്നെ ഇവിടെ അസെറ്റ്സിൽ കണ്ടോ മെറ്റീരിയൽസ് കുറച്ച് വന്നിട്ടുണ്ട് പുതിയതായിട്ട്. കണ്ടോ, ബ്ലൂ കോട്ടൺ, റോഡ് സർഫസ്, ഡ്രൈ ഡെസ്യൂഡി സോട്ട്ലാൻഡ്, ഓൾഡ് വാൾ ടൈൽ, അത് പുതിയതായിട്ട് വന്നത്, അതാണ് മുകളിൽ കിടക്കുന്നത്. പിന്നെ മോഡൽസിൽ ആണെങ്കിൽ തന്നെ ക്യാരക്ടർ മോഡൽസ് കുറച്ച് വന്നിട്ടുണ്ട്. പിള്ളേരും ഐസായ ആൾക്കാരൊക്കെ ആയിട്ടുള്ള കുറച്ച് ക്യാരക്ടർ മോഡൽസ് വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ ടെറൈൻ പറ്റി പറയാനുള്ളത് കണ്ടോ, ടെറൈനിൽ തന്നെ ഇപ്പം ഞാൻ കുറച്ചങ്ങ് മാറിയിട്ട് കാണിച്ചു തരാം. കുറച്ച് ടെംപ്ലേറ്റുകൾ വന്നിട്ടുണ്ട് ടെറൈൻ്റെ. അതായത് ഇപ്പോൾ എനിക്ക് ഒറ്റയടിക്കൊരു സ്കൾപ്റ്റ് ചെയ്തെടുക്കുന്നതിന് പകരം എനിക്കിവിടെ ടെറൈൻസിൽ പോയി കഴിഞ്ഞാൽ കണ്ട വോൾക്കാനോ, ബാഡ് ലാൻഡ് എന്നൊക്കെ പറഞ്ഞ കുറച്ച് ഓപ്ഷനുകളുണ്ട്. എനിക്കിപ്പോൾ നേരെ കൊണ്ടുവന്ന് ഇവിടെ ഇങ്ങനെ വെക്കാൻ പറ്റുന്ന ഒരു പരിപാടിയത്. ഇതിൻ്റെ മേലെ കണ്ടോ, എനിക്കിവിടെ ഒരു ഇത് ആഡ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ആഡ് ചെയ്യാം. അതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. ഇങ്ങനെ കുറച്ചും കൂട്ടിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. അല്ല എനിക്കിവിടെ ഒരു ക്രൈറ്റർ വേണം, ഉൽക്ക വന്ന് വീണ പോലത്തെ. ഇപ്പോൾ ക്രൈറ്ററിൻ്റെ ഓപ്ഷൻ ഉണ്ട് ഇതിനകത്ത്. ഇവിടെ ഒരു ക്യാനിയനൊക്കെ ഉണ്ട് കേട്ടോ, അത് വെച്ച് നോക്കാം. ഇവിടെ ഒരു ക്യാനിയൻ, അതൊക്കെ കുഴിയൊക്കെ ഉള്ളൊരു ക്യാനിയൻ. അതല്ല ക്രൈറ്റർ വെക്കണമെങ്കിൽ ക്രൈറ്റർ എവിടെയോ കണ്ടായിരുന്നു ഞാൻ. അതാണ് ക്രൈറ്റർ വെക്കണമെങ്കിൽ ക്രൈറ്റർ വെക്കാം കേട്ടോ. ഇതാണ് സംഭവം. അതിനെനിക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യണമെങ്കിൽ ചെയ്യാം. വലിയ ക്രൈറ്ററാക്കാം, ചെറിയ ക്രൈറ്ററാക്കുകയൊക്കെ ചെയ്യാം. ഇതിപ്പോൾ ഇത് മോഡിഫൈ ചെയ്ത് ഹൈറ്റ് മാപ്പ് ഇട്ടുകൊണ്ടാണ് ഇത് ഞാൻ കളഞ്ഞു കഴിഞ്ഞാൽ, ഈ ഹൈറ്റ് മാപ്പ് ഞാൻ കളഞ്ഞാൽ ഇത് പോകുന്നില്ല. ഞാൻ ഡിലീറ്റ് ചെയ്യുന്നു. ഒന്നും കൂടി ടെറൈൻ ആഡ് ചെയ്യുന്നു. ഓക്കെ, ടെറൈൻ വന്നു. ഇപ്പോൾ ഞാൻ കാണുന്നത് കാണിച്ചത് ക്രൈറ്റർ കണ്ടോ, നോർമൽ ക്രൈറ്റർ കണ്ടോ, അങ്ങനെ ചെയ്യാം. വോൾക്കാനൊക്കെ ഉണ്ട് കേട്ടോ ഇതിനകത്ത്. നമുക്ക് നേരെ കൊണ്ടുവന്ന് ആഡ് ചെയ്യാം. നമ്മൾ സ്കൾപ്റ്റ് ചെയ്തെടുക്കുന്നതിന് പകരം ഇവർ കുറച്ച് പ്രീസെറ്റുകൾ തന്നു എന്നേ ഉള്ളൂ. അതുകൊണ്ട് അതിനകത്ത് തന്നെ നമുക്ക് ഇവിടെ മൗണ്ടൻ ഉണ്ട്. അതിലിട്ട് കഴിഞ്ഞാൽ ഇത് നേരെ ഗ്രാസും ഐസ് നമ്മുടെ സ്നോയും ആവും, പ്രീസെറ്റ് പോലെ കണ്ടോ. പക്ഷെ അതൊരു മൗണ്ടൻ ഇട്ട് കഴിഞ്ഞാലേ മനസ്സിലാവത്തുള്ളൂ. മൗണ്ടൻ ഇട്ട് കാണിച്ച് കേട്ടോ. അതിൻ്റെ കുറച്ച് പ്രീസെറ്റുകൾ കേട്ടോ. അതായത് ഫോറസ്റ്റ് ലാൻഡ്സ്കേപ്പ് വേണമെങ്കിൽ നമുക്കതിനെ ഫോറസ്റ്റ് ആക്കാം. സ്നോ ലാൻഡ് വേണം, അത് ഇഷ്ടമുള്ള ഏത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ഡെസേർട്ട്, ഗ്രാസ് ലാൻഡ്, മൗണ്ടൻ,
പിന്നെ പെറുവിയൻ, സുഡാനീസ് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ടെംപ്ലേറ്റുകളുണ്ട്. ഗ്രാസ് ലാൻഡ് വേണമെങ്കിൽ ഗ്രാസ് ലാൻഡ് കൊടുക്കാം. അപ്പോൾ ഇത് മാറി ഈ മഞ്ഞൊക്കെ പോയി മൊത്തം ഗ്രാസ് വരും. അത് കുറച്ച് ഈ മോഡിഫയർ ടെംപ്ലേറ്റ്സ് എന്നൊക്കെ പറഞ്ഞ ഓരോ സംഭവങ്ങളാണ് വന്നിരിക്കുന്നത്. കണ്ടോ, ഒറ്റയടിക്കെല്ലാം മാറി. ഇതൊന്നും ഇട്ടണമെന്നില്ല, നമുക്ക് അല്ലാണ്ട് മാനുവലായിട്ട് ചെയ്താൽ മതി. ഞാൻ ജസ്റ്റ് കാണിച്ചെന്നുള്ളൂ. അങ്ങനെ കുറച്ച് ടെംപ്ലേറ്റ് വന്നിട്ടുണ്ട്. കൂടാതെ ഇതുപോലെ ഒറ്റയടി വെക്കാൻ പറ്റുന്ന മൗണ്ടനും ക്രേറ്ററുകളും ഒക്കെ വന്നിട്ടുമുണ്ട്. പിന്നെ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ രീതിയിൽ നമുക്കതിനെ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. നമ്മുടെ ടെറൈനിൽ അസറ്റ്സിൽ ടെറൈനിൽ പോയി കഴിഞ്ഞാൽ കണ്ട ഹൈറ്റ് മാപ്പും ഉണ്ട്, മെറ്റീരിയൽ ടെംപ്ലേറ്റും ഉണ്ട്. അത് 2 സാധനങ്ങളാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത്ര ടെറൈൻ്റെ കാര്യമാണ് മെയിനായിട്ട് ഇന്നത്തെ വീഡിയോയിൽ പറയാനുണ്ടായിരുന്നത്. പിന്നെ ആ D5ൻ്റെ ഒരു അപ്ഡേറ്റിൽ എന്തൊക്കെ വന്നു എന്നുള്ളത്. അപ്പോൾ ബാക്കി അപ്ഡേറ്റിലെ ഓരോ വിശേഷങ്ങൾ, ഓരോ മെയിനായിട്ട് ഫേസിങ് ആനിമേഷൻ നമ്മൾ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതാണ്. അപ്പോൾ അതെനിക്കൊന്ന് പഠിക്കാനുണ്ട്. അപ്പോൾ അതിന് കുറച്ച് സമയം തരണം, ഞാനത് പഠിച്ചിട്ട് വീഡിയോ ഇടുന്നതാണ്. ഓക്കെ, അപ്പോൾ അതുവരേക്കും ഗുഡ് ബൈ.